ഹായ് ഫ്രണ്ട്സ്, സുനിൽ അഗ്രിടെക്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, മുഖമൊക്കെ അത്യാവശ്യം നല്ല പിന്നെ റോട്ടിലുള്ള കട്ടർ പോലെയുള്ള കട്ടറൊക്കെ ഒഴിവായിട്ട് അത്യാവശ്യം നല്ല നിറവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം എന്റെ മുഖം കണ്ടവർക്കറിയാം, വലിയ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അത് കുറെ പേര് പറയുകയും ചെയ്തു നല്ല വ്യത്യാസമുണ്ട് എന്നുള്ള. അതുകൊണ്ടാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അപ്പൊ ലേഡീസിനായാലും ജെന്റ്സിനായാലും ഒക്കെ ഈ ഫേസ് ക്രീം തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നിറം വെക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഈ അടിപൊളി ഫേസ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് കളറുകളോ കെമിക്കലുകളോ ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി ഫേസ് ക്രീമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം, പൊട്ടറ്റോ എടുക്കാം. പൊട്ടറ്റോ സ്നാച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ എടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് തോലൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്ക് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചുള്ള പൊട്ടറ്റോ എടുക്കാം. ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് എന്ത് ചെയ്യും, നമുക്കതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം ചേർത്ത് അടിക്കണം. വെള്ളം ചേർത്ത് അടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അലോവേരന്റെ ഒരു ഇതെടുക്കാം. ഈ അലോവേര പിന്നെ നടുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അലോവേര പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ നേരിട്ട് ചെയ്യുന്നതിന് പകരം ഈ അലോവേര ഒന്ന് കുത്തിച്ചാരി വെക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു കറയുണ്ട്, അത് നമ്മുടെ മുഖത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കുത്തിച്ചാരി വെക്കാം. അപ്പോൾ നമ്മളെ ഈ പൊട്ടറ്റോ നമ്മൾ അടിച്ചെടുത്തത് നമുക്കൊന്ന് പിന്നെ അത് അതിൻ്റെ അടിയിലേക്ക് കൂടി കഴിയുമ്പോൾ പിന്നെ ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതാക്കി എടുക്കാം. എന്നിട്ട് അലോവേര എടുത്തിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നല്ല ജെല്ലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എന്നിട്ട് നമുക്ക് ഈ സൈഡ് ഒന്ന് ഇതുപോലെ മുറിച്ചെടുക്കാം. എന്നിട്ട് സൈഡ് ഇതേപോലെ മുറിച്ചതിന് ശേഷം അതിൻ്റെ ആ തോല് കളഞ്ഞ് നമുക്ക് തോല് വേണ്ട ജെല്ല് മാത്രം മതി. അപ്പോൾ ജെല്ല് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പിന്നെ ഇത് അലോവേര ജെല്ല് മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കെമിക്കലുകളൊക്കെ ചേർക്കുന്നുണ്ടാവും. അതുപോലെ അലോവേര എത്രത്തോളം ഉണ്ട് എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ ആ കളറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ കളർ ചേർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കളറുകളൊന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഇതാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കളറിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ സാധാരണ അലോവേര നമ്മൾ ജെല്ലാക്കുമ്പോൾ വെളുത്ത കളറായിരിക്കും, നമുക്ക് ആ മറ്റേ പച്ച കളർ കിട്ടൂല. അപ്പോൾ ഇത് കളറുണ്ട്. ആ കളർ എന്ന് പറഞ്ഞാൽ കളർ യൂസ് ചെയ്യുന്ന സാധനവും നമുക്ക് നല്ല ഒരു മുഖത്തിന് നല്ലതായിട്ടുള്ള ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഈ ജെല്ല് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തിടാം. ജെല്ല് മാത്രമായിട്ട്, നമുക്ക് തോലില്ലാതെ ജെല്ല് മാത്രമായിട്ട് ഇതുപോലെ എടുത്തു വെക്കാം. മുരിങ്ങയുടെ പിന്നെ ഇല എടുക്കാം. മുരുക ചപ്പെടുത്തിട്ട് നമുക്ക് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിന്റെ ആ നീര് നമുക്കൊരു ഇതിലൂടെ അരിപ്പയിലൂടെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആ മിക്സിയിലെ ജാറിലേക്ക് ഒരു 4-5 തുള്ളിയായാലും ഒഴിച്ചാൽ മതി. നമുക്ക് കളറിന് ആവശ്യത്തിനനുസരിച്ച് അതിടാം. അപ്പോൾ ഈ മുരിങ്ങ ഇല നമ്മുടെ മുഖ സൗന്ദര്യത്തിന് ഒരു പ്രധാന ഘടകമാണ്. അതിനുശേഷം നമുക്കൊന്ന് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കാം. അപ്പം കണ്ടോ, അലോവേരന്റെ ആ ഒരു സാധാരണ നമ്മൾ അലോവേരയ്ക്ക് കാണുന്ന ആ ഒരു കളർ തന്നെ വന്നിരിക്കുകയാണ്, പച്ച കളർ തന്നെ. അതിനുശേഷം നമുക്ക് ഈ പൊട്ടറ്റോ നമ്മൾ അരച്ച് വെച്ചത് പിന്നെ അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി അടിയിൽ ആ വെളുത്ത കളർ മാത്രം വരുന്ന രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ അടിയിലേക്ക് കൂടിക്കോളും. അപ്പോൾ അത് ആ വെള്ളം നമ്മൾ മറച്ച് കളഞ്ഞാൽ മതി. 1-2 പ്രാവശ്യം മറച്ച് കളയുമ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ച് മറച്ച് കളയുമ്പോഴത്തേക്ക് ഇതുപോലെ അടിയിൽ നല്ല വെളുത്ത കളറിൽ വരും. അടുപ്പിൽ തീ കത്തിച്ചിട്ട് ഒരു പാൻ വെക്കാം. പാൻ വെച്ചിട്ട് ഈ അലോവേര ജെല്ല് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് തീയിട്ടിട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, നല്ല പച്ച കളറായി. പച്ച കളറിൽ കളറ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല,
നമുക്ക് അതും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം എല്ലാവരും വീടുകളിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ്, നമ്മളൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് മുഖത്തിന് വളരെയേറെ നല്ല സാധനങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നമ്മളിത് ഇതായി ഇങ്ങനെ തിളച്ച് ഇതായി വരുമ്പോൾ നമുക്ക് ആ പൊട്ടറ്റോ നമ്മൾ ഇതാക്കി വെച്ച് ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ആ വെള്ളം പോലെ ഇത് കണ്ടോ, എന്നുവെച്ചാൽ കുറച്ച് വെള്ളം കൂടിയിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അന്നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനിത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതൊന്ന് കട്ട പിടിച്ച പോലെ ആവും. അപ്പോൾ അത് നിങ്ങൾ മിക്സ് ആക്കിക്കൊണ്ട് തന്നെ അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മിക്സ് ആയിട്ട് നല്ല നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ക്രീം പോലെ തന്നെ ഉണ്ടാവും. ഇനി നല്ലോണം നമുക്കിത് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതേപോലെ കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ, തണുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുത്താൽ തന്നെ ഇതൊക്കെ ഒന്ന് ഇതായിട്ട് മിക്സ് ആയിട്ട് എല്ലാവരും റെഡി ആയിക്കോളും. നമുക്ക് ആ കറക്റ്റ് ആ ഒരു പച്ച കളറിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്രീം കിട്ടും. ഞാനിതൊന്ന് ഉടച്ചെടുക്കുകയാണിത്. നമ്മൾ അലോവേര ജെല്ലി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എത്രയാ 100 സംതിങ് ആറ്റേ വരുന്നുണ്ട് ചെറിയതിന്. ഞാനിതുവരെ മേടിച്ചിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കൊരു ചിലവുമില്ല, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാം. ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിൽ മേടിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അലോവേര, പിന്നെ മുരിങ്ങച്ചപ്പ്, ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവും. ഇനി ഒരു സാധനം കൂടി നമുക്ക് ചേർക്കണം. ഇതൊന്ന് എടുത്ത് വാങ്ങിയതിന് ശേഷം ഇത് കണ്ടോ, നല്ല പച്ച കളറിൽ വന്നു. ഇനി നമുക്ക് കളറിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുരിങ്ങയുടെ ആ നീര് ഒഴിച്ചിട്ട് കുറച്ചുകൂടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് റോസ് വാട്ടറും കൂടി ചേർക്കണം. 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ക്രീമാണിത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. നല്ല അടിപൊളിയായിട്ട് മുഖം മിന്നിത്തിളങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.